ഹലോ, ഡിസൽഡോർഫ് വരാണെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന എൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓസ്നാബ്രിക്ക് പോയത് അങ്ങനെയാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ പോവും, അവിടെ ഏത് ട്രെയിനാണോ കിടക്കണേ ആ ട്രെയിനിൽ കയറും, ആ ട്രെയിൻ എവിടെയാണോ നിർത്തണേ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ഡിസൽഡോർഫാണ്. ഡിസൽഡോർഫിലെ ഒരു വൈൽഡ് ലൈഫ് പാർക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ അതിരപ്പള്ളിയൊക്കെ പോകണ പോലത്തെ വഴിയാണ് കഴിച്ചത്. ആ പാറ പൊട്ടിക്കോടെയാണോ നടക്കണേന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സൈഡിലൊരു വഴി കണ്ടു, ഒരു കുഞ്ഞി കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. ഇതെന്താ എവിടേക്കാണെന്ന് അറിയാൻ പാടില്ല. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. കണ്ടു വൈൽഡ് പാർക്ക്. അയ്യോ, അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ കാട്ടുപന്നീനൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അടുത്ത് നിൽക്കുന്നവരിങ്ങനെ ക്യാരറ്റും പിന്നെന്താ കാലിത്തീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഇവർ ഓടി വരുന്നതാണ് കാണുന്നത്. താറാവ് കൃഷി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. താറാവ് ഉണ്ടതിനുള്ള, ബട്ട് താറാവല്ല ഇവിടെ ഉള്ളത് റോട്ട് വൈൽഡ്. ഇതെന്താ സംഭവം? ഇതൊന്നും പക്ഷെ ഇവിടെ കാണാനില്ല. എങ്ങോട്ട് ഓടി ഇതാണ്ടാ നടക്കണ വഴിക്ക് മാൻ്റെ കൊമ്പ് തൂക്കിയിട്ടാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ആണെങ്കിൽ ഇവർ മാനിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കണ പോലെ നമുക്ക് മാനിൻ്റെ കൂടെയൊക്കെ നടക്കാം. നോക്കിക്കോട്ടോ ഗൈസ്, വെള്ള കളറ് മാനല്ലാന്ന് തോന്നണേ. അത് മാൻ തന്നെ. ഇവറ്റങ്ങൾക്ക് ഫീഡിങ് അലൗഡാണ് ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം അല്ല എന്നാലും. പിന്നെ ചിലതൊക്കെ അവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് €1 കിട്ടാൻ നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന തീറ്റ കിട്ടും. നമുക്ക് അത് ഇവർക്ക് കൊടുക്കാം. നമ്മൾ ഫ്രീ ആയിട്ട് ഓടി കിടക്കണം. റെസ്റ്റിംഗ് മാൻപേടെ ഇതാ ഞാൻ പറഞ്ഞ വെള്ള കളർ മാൻ. ഞാൻ ആദ്യം എന്താ ആൽബിനിസം പോലെ തീരുമാനം കാണാൻ. കിളികളാണെന്ന് തോന്നുന്നു. അല്ല, മഫ്ലോൺ. ഇതാണ് ഫീഡിങ് ഏരിയ. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് അലൗഡ് എന്ന് വെച്ചാൽ ഫീഡ് ചെയ്യാൻ പറ്റും. ചിലയിടത്ത് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറിയ നമുക്ക് ഫിഷൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ട് കാടിൻ്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിലോ മൃഗങ്ങളെ കാണണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ മൃഗങ്ങളെല്ലാം അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലാണ്. കുറച്ച് നടന്ന് കാണാനുണ്ട്.
എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ തിരിച്ചു പോകണം വേഗം. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. കാരണം കൂട്ടിലല്ലല്ലോ ഇവർ, കാട്ടിലിങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുകയാണല്ലോ. തിരിച്ചു പോകാനുള്ള വഴിയാണത്. അടിപൊളി വഴി കിടന്ന് തിരിച്ചു പോയി അവസാനം പോവാണ് പോയി. വഴിയിൽ ആനപ്പിണ്ടൊക്കെ കിടക്കണുണ്ടോ? ആനയുണ്ട്. ആനയല്ല, ഇതെന്തിൻ്റെ പറയുന്നവർക്ക് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക.